ലീഗ് സമസ്ത വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ലീഗും സമസ്തയും തമ്മിൽ വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ ശ്രമം പാഴ്വേലയാണ്. സമസ്ത വിഷയത്തിൽ ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ വിരാമമിട്ടിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾ മറുപടി പറഞ്ഞതാണെന്നും പരമ്പരാഗതമായി രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ബന്ധമാണ് ലീഗും സമസ്തയും തമ്മിലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിലും അദ്ദേഹം പ്രതികരിച്ചു. ശാന്തമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. കലക്ടറുമായി സംസാരിച്ചെന്നും നിശബ്ദ പ്രചാരണത്തിന് തടസ്സമാകില്ലെന്നാണ് പിന്നീട് വ്യക്തമാക്കിയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ സീറ്റും UDF നേടും. ഇടതുപക്ഷം പറയുന്നത് തന്നെ ചിഹ്നം കാക്കാൻ എന്നാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അത്ഭുതം സംഭവിക്കാനില്ലെന്നും കഴിഞ്ഞ പ്രാവശ്യം 1 നഷ്ടമായി, ഇത്തവണ അത് തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനിയിൽ വൻ വിജയം നേടും. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ലെന്നും അവരുടെ പരസ്യത്തെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജയിക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിൽ നേരത്തെയുള്ള ചിത്രം മാറി. ഉയർത്തെഴുന്നേൽപ്പിന്റെ ചിത്രമാണ് ഉത്തരേന്ത്യയിൽ കാണുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം വേണം. LDFന്റെ പത്രപരസ്യങ്ങളിൽ നിലപാട് വ്യക്തമാണ്. കോൺഗ്രസ് പ്രവർത്തിച്ചു കാണിക്കുകയാണ്. കോൺഗ്രസ് പരസ്യങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും 25 സീറ്റുകളിൽ മത്സരിച്ച ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പരസ്യം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ജനകീയ പ്രശ്നം പറയാതെ BJP വർഗീയത മാത്രം പറയുകയാണ്. ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണെന്നും ബീഹാറിലും വൻ തരംഗമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനിയിൽ 1 ലക്ഷമാണോ 1.5 ലക്ഷമാണോ ഭൂരിപക്ഷം എന്ന് മാത്രം നോക്കിയാൽ മതി. പൊന്നാനിയിൽ 1 ലക്ഷമാണോ 1.5 ലക്ഷമാണോ ഭൂരിപക്ഷം എന്ന് നോക്കിയാൽ മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പരാമർശം ഇലക്ഷൻ കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും ആരും സംരക്ഷിക്കപ്പെടില്ല എന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. LDFന്റെ പത്രപരസ്യങ്ങളിൽ നിലപാട് വ്യക്തമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു.